നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിലും തോരാത്ത സഹനങ്ങളിലും കർത്താവ് അതിനെ സഹായിക്കുവാനായിട്ട് തൻ്റെ ആത്മാവിൻ്റെ ബലം തരും. നമ്മളെ ബലപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നമുക്ക് വേണ്ടപ്പെട്ട വിധത്തിൽ വ്യക്തികളെ നമുക്ക് വേണ്ടി കൂട്ടിച്ചേർത്ത് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ ദൈവത്തെ ദുഷിക്കരുത്, ദൈവത്തെ പഴി പറയരുത്. സഹനങ്ങളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കാൻ ആ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിന്ദനം ഏൽക്കേണ്ടി വന്നാൽ അത് വലിയ ഒരു ഭാഗ്യമാണ്. റുമേനിയ എന്നൊരു രാജ്യമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സുവിശേഷകൻ റിച്ചാർഡ് വുംബ്രാൻഡ് എന്ന് പറയുന്ന വലിയ ഒരു സുവിശേഷകൻ റുമേനിയ എന്ന രാജ്യത്ത് സുവിശേഷം പ്രസംഗിച്ചു. ആ രാജ്യം തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്നു. റിച്ചാർഡ് വുംബ്രാൻഡിനെ അവർ പിടിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചു. ഒരു ചെറിയ മുറി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാം, ഇരിക്കാം, എണീറ്റ് നിന്നാൽ കുനിഞ്ഞേ നിൽക്കത്തുള്ളൂ, പൂർണ്ണമായിട്ട് നിൽക്കത്തില്ല. അങ്ങനെ ഒരു മുറിക്ക് ഇവിടെ ഒരു ജനലുമുണ്ട്, ഒരു വെളിച്ചം പ്രവേശിക്കാൻ ഒരു ചെറിയ ജനലും. ആ ഒരു മുറിക്കുള്ളിൽ ഏകദേശം 14 വർഷക്കാലം മറ്റോ റിച്ചാർഡ് വുംബ്രാൻ എന്ന മനുഷ്യൻ ആ മുറിക്കുള്ളിൽ ജീവിച്ചത്. വർഷങ്ങൾക്കും അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ അമേരിക്ക ബന്ധപ്പെട്ടാണ് മോചിതനാക്കുന്നത്. മോചിതനാക്കി പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിതാണ്: പീഡനമുണ്ട്, സഹനമുണ്ട്, കുടുംബാംഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നില്ല, സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട് ഒത്തിരിയേറെ സഹിക്കേണ്ടി വന്നു. അദ്ദേഹം പറയുന്നു, ഓരോ പ്രഭാതത്തിലും ആ ജനലിൻ്റെ ഉള്ളിലൂടെ സൂര്യപ്രകാശം മുറിക്കകത്തേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം ഞാൻ ഓർക്കും. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരിക്കലും അസ്തമിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ആ സൂര്യപ്രകാശൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ ഞാൻ അനുഭവിക്കുകയായിരുന്നു. 14 വർഷക്കാലം പീഡനമേറ്റ് ജയിൽ മുറിക്കുള്ളിൽ കഴിഞ്ഞ ആ മനുഷ്യൻ അദ്ദേഹത്തെ അമേരിക്ക ബന്ധപ്പെട്ട് മോചിപ്പിച്ചു. അദ്ദേഹം പിന്നീട് മരിച്ചുപോയി. അദ്ദേഹം സഹിച്ചു, ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സഹിച്ചു. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിൻ്റെ പേരിൽ സഹിക്കേണ്ടി വന്നു. നമ്മുടെ നാട്ടിലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ പല വൈദികരും സുവിശേഷകരും ഉപദ്രവിക്കപ്പെടുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, വായിക്കുന്നൊക്കെയുണ്ട്. ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി, അവൻ്റെ സുവിശേഷത്തെ പ്രതി പീഡ ഏൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പസ്തോലന്മാർ പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ നാമത്തെ പ്രതി പീഡ ഏൽക്കേണ്ടി വന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ആർക്ക് പരാതിയില്ല. വീണ്ടും വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളാരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയായി പിട സഹിക്കാൻ ഇടയാകരുത്. അതായത് പാപകരമായ ജീവിതം നയിച്ചിട്ട് നിങ്ങൾ പീഡ സഹിക്കാൻ ഇടയാവരുത്. മോഷ്ടിക്കാൻ പോയി, നാട്ടുകാർ പിടിച്ചു, തല്ലുകിട്ടി, അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട സഹനമാണോ? അല്ല, അത് മേടിച്ചു വെച്ച സഹനം അല്ലേ? താങ്ങാൻ പറ്റാത്ത വിധത്തിൽ പണം പലിശയ്ക്ക് എടുത്തു. എനിക്കറിയാവുന്നൊരു കുടുംബം വലിയ കടബാധ്യത, ഇപ്പോൾ വീട് പണി ആരംഭിച്ചു. മക്കളുടെയും ഭാര്യയുടെയൊക്കെ താല്പര്യപ്രകാരം, അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, ചെറിയ വീട് ആഗ്രഹിച്ച എല്ലാവരും താല്പര്യപ്രകാരം മനോഹരമായ വലിയൊരു വീട്, വലിയ തുകയായി. പണം പലിശക്കെടുത്ത് അവസാന പണിയൊക്കെ തീർക്കുവാൻ ഇവൻ പലിശ കൊടുക്കാൻ മാർഗമില്ല, ലോൺ അടയ്ക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. അത് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ പണം പലിശക്കെടുത്തിട്ട് ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിച്ചവരുണ്ട്. ഇതൊക്കെ സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങളാണ്. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ 7 വട്ടം ചിന്തിക്കണം ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെയാണല്ലോ വചനം പറഞ്ഞത്. 7 വട്ടം നമ്മൾ ചിന്തിക്കണം ഓരോ കാര്യം ചെയ്യാൻ നേരത്ത്. അത് ചെയ്യണോ, അത് ശരിയാവുമോ, ഇരുന്ന് പ്രാർത്ഥിച്ചും ആലോചിച്ചും ഒക്കെ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മൾ സ്വയം സഹനങ്ങൾ നമ്മൾ ചോദിച്ച് മേടിച്ച് ആവശ്യമില്ലാതെ നമ്മൾ വെക്കാതിരിക്കാനായിട്ട് വളരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നെങ്കിൽ
അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ നീ പീഡ സഹിക്കുന്നോ, അത് ലജ്ജിക്കണ്ട, അതിൽ സന്തോഷിച്ചു കൊള്ളുക. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമുക്ക് ഒരു ക്രിസ്ത്യാനിയാകാൻ സാധിച്ചതിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ക്രിസ്തുവിനെ ആരാധിക്കുവാൻ സാധിക്കുന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാനും അവൻ്റെ നാമത്തിൽ ജീവിക്കുവാനും സാധിക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. രണ്ട് കരങ്ങളെയും ഉയർത്തി നന്നായിട്ട് ഒന്ന് സ്തുതിച്ച്, നന്നായിട്ട് അധരങ്ങൾ തുറന്നൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നന്ദി, യേശു സ്തുതി. യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, യേശു നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നന്ദി, യേശു സ്തുതി. യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 പത്രോസ് 4:17. എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അത് ആരംഭിക്കുക. വിധിയുടെ ആരംഭം ദൈവത്തിൻ്റെ ഭവനത്തിൽ ആയിരിക്കും. അത് നമ്മിലാണ് ആരംഭിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നമ്മൾ ഓരോരുത്തരും വിധിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദിവസം വിധിക്കായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ സുവിശേഷം അനുസരിക്കാത്തവരുടെ വിധി എന്തായിരിക്കും? അതാണ് ചോദ്യം ഇവിടെ. അത് സുവിശേഷം അനുസരിക്കാത്തവരുടെ, ദൈവവചനം അനുസരിക്കാത്തവരുടെ, ദൈവകൽപ്പനകൾ ലംഘിക്കുന്നവരുടെ വിധി എന്തായിരിക്കും? അത് കഠിനമായിരിക്കും ആ വിധി. നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നുവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നു, അപ്പോൾ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? ഹല്ലേലൂയ. ചോദ്യങ്ങളാണ്. ദുഷ്ടൻ്റെ പാപിയുടെ സ്ഥിതി, നീതിമാൻ കഷ്ടിച്ചാൽ രക്ഷപ്പെടുന്നത്, അപ്പോൾ ദുഷ്ടൻ്റെയും പാപിയുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ആകയാൽ ദൈവഹിതമനുസരിച്ചു സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. ദൈവഹിതമനുസരിച്ച് നമ്മൾ സഹിക്കണം. നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവഹിതപ്രകാരം നമ്മൾ സഹിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ സഹിക്കുക, പിറുപിറുപ്പ് കൂടാതെ, ദൈവത്തെ ദുഷിക്കാതെ, സഹനങ്ങളിൽ നമ്മൾ സന്തോഷപൂർവം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് സഹിക്കാൻ സാധിക്കുന്നു. അത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറുക. നമ്മൾ നേരത്തെ ഒരു വചനം കേട്ടു, അവൻ്റെ സഹനത്തിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടവർ തന്നെയാണ് ക്രിസ്ത്യാനികൾ ഓരോരുത്തരും. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു സഹനങ്ങൾ ഉണ്ടായിരിക്കും. ഈ സഹനങ്ങളെ നമുക്ക് സന്തോഷത്തോടെ അതിജീവിക്കാം. ഈ സഹനങ്ങളിൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സഹനങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതനാണ്. സഹനങ്ങളിൽ ഒരിക്കലും ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. സഹിക്കുന്ന മനുഷ്യർ അവരുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. കാരണം സഹനം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച വ്യക്തിയാണ് നമ്മുടെ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു. സഹിക്കുന്നവൻ്റെ ഹൃദയവേദന, സഹിക്കുന്നവൻ്റെ കണ്ണുനീര്, സഹിക്കുന്നവൻ്റെ നൊമ്പരങ്ങൾ യേശുവിനറിയാം. അതുകൊണ്ട് യേശു ഒരിക്കലും സഹിക്കുന്നവരെ ഉപേക്ഷിക്കത്തില്ല. സഹിക്കുന്നവരുടെ കൂടെ സഹിച്ച കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ. വാ യേശുനാഥ,
ഇതുപോ നീയൊഴിഞ്ഞുള്ളോരാനന്ദം ചിന്തിച്ചിടാൻ വാവായിശുനാഥ. നമുക്ക് സ്വരമുയർത്തി പാടാം. വാവായിശുനാഥ വാവാ സ്നേഹനാഥ ആയിൻ ഹൃദയം തേടിടും സ്നേഹമേദി വാവായിശുനാഥ. ഈശോ മഹത്വപൂർണനായി നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈ തിരുവോസ്തിയിൽ ഉയർത്തെഴുന്നേറ്റ യേശുവുണ്ട്. ഗത്സമൻ മുതൽ കാൽവരി വരെ സഹനത്തിലൂടെ കടന്നുപോയ യേശു അവൻ്റെ ശിരസിൽ മുൾമുടി അടിച്ചിറക്കി, അവൻ്റെ താടിരോമങ്ങൾ വലിച്ചു പറിച്ചു, അവൻ്റെ ഉടുവസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി ചമ്മട്ടി കൊണ്ടടിച്ച് ശരീരമെല്ലാം തകർക്കപ്പെട്ടു. ഭാരമേറിയ ക്രൂശിൻ്റെ യാത്ര, ആ കുരിശുമായിട്ടുള്ള യാത്രയിൽ പലപ്പോഴും ക്രൂശോടുകൂടെ നിലംപതിച്ചു. ഒത്തിരിയേറെ ശാരീരികമായിട്ടും മാനസികമായിട്ടും രക്ഷകൻ സഹിക്കേണ്ടി വന്നു. അവസാനം കാൽവരിയിൽ എത്തിച്ചേർന്നു, കുരിശിലുയർത്തപ്പെട്ടു, പൂർണ്ണനഗ്നനായി. എല്ലാവരും അവനെ നിന്ദിച്ചു, അവനെ പരിഹസിച്ചു. ശിഷ്യന്മാരെല്ലാവരും ഓടി ഒളിച്ചു. ആ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു, തൻ്റെ പുത്രൻ്റെ പീഡാനുഭവം മുഴുവൻ നേരിട്ട് കണ്ടുകൊണ്ട് സഹിച്ച അമ്മ. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. വ്യത്യസ്തമായ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, യേശു എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. സഹിക്കുന്ന എന്നെ ഒരിക്കലും എൻ്റെ ദൈവം തള്ളിക്കളയത്തില്ല. സഹിക്കുന്ന നിന്റെ കണ്ണുകളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിന് വിലയുണ്ട്. സങ്കീർത്തനം 56:8 നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ സഹനത്തിൻ്റെ വേളകളിൽ നീ ഒഴുക്കിയ കണ്ണുനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് വൃഥാവിലാവത്തില്ല, നിന്റെ കണ്ണുനീര് നഷ്ടമാവത്തില്ല. നിന്റെ കണ്ണുകളിലൂടെ ഒഴുകിയ കണ്ണുനീർ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ സഹനങ്ങളിൽ നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. അവൻ കുരിശിൽ മരിച്ചവനാ, അവൻ സഹനത്തിൻ്റെ തീച്ചൂളിലൂടെ കടന്നുപോയവൻ തന്നെയാണ്. സഹിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും സഹനത്തിൻ്റെ വേദന എത്ര വലുതാണെന്ന് യേശുവിന് വ്യക്തമായിട്ടറിയാം. സഹിക്കുന്നവരോട് കൂടെ എന്നും ദൈവമുണ്ടായിരിക്കും. സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവാന് പത്രോസ് അപ്പോസ്തലൻ എന്ന ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾ അവയൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് പല വിധത്തിലാണ് സഹനങ്ങൾ അനുഭവിക്കുന്നത്. രോഗത്താൽ സഹിക്കുന്നവർ ഒരിക്കൽ ഒരു ധ്യാനം കഴിഞ്ഞപ്പോൾ, ഒരു വൺ ഡേ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരമ്മ വന്ന് എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സൗഖ്യപ്രാർത്ഥനയുടെ സമയത്ത് ബ്രദർ മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ശരിയാണ്. അതിനുശേഷം ഞാൻ പലപ്പോഴും മറക്കാറില്ല. ഒരു കുടുംബത്തിലൊരു മാനസിക രോഗിയുണ്ടെങ്കിൽ ആ കുടുംബം അനുഭവിക്കുന്ന സഹനങ്ങൾ, വേദനകൾ അതികഠിനമാണ്. നമ്മൾ തിരിച്ചറിയണം, യേശുവിന് ഏത് രോഗിയെ സുഖപ്പെടുത്താൻ സാധിക്കും. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കും, ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കും,
അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. തളർവാദ രോഗികൾ സൗഖ്യം പ്രാപിക്കും, എക്സിമ സൗഖ്യം പ്രാപിക്കും, ലിവർ സിറോസിസ് സൗഖ്യം പ്രാപിക്കും, ഹാർട്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കും. നിന്റെ രോഗം എന്തുമാവട്ടെ അതിന് കർത്താവ് സൗഖ്യം തരുവാൻ ശക്തനാണ്. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആശുപത്രികളിൽ കഴിയുന്ന മാനസിക രോഗികളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് കടന്നു വരട്ടെ. മാനസിക രോഗത്തിലേക്ക് നയിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. ഭവനങ്ങളിൽ കഴിയുന്ന മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത ഇടപെടലുണ്ടാവട്ടെ. മാനസിക രോഗികൾക്ക് കർത്താവേ അത്ഭുത സൗഖ്യം വിടുതലും ഇന്ന് നൽകണമേ. ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മനസ്സിന്റെ അസ്വസ്ഥതകൾ, മനസ്സിലെ സങ്കടങ്ങൾ, ഭാരങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മാനസിക രോഗികൾക്ക് ഈ ആരാധന നിമിഷങ്ങളിൽ അത്ഭുത വിടുതൽ കൊടുക്കണമേ. യേശുവേ, നിന്റെ കരമൊന്ന് നീട്ടണമേ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ ശക്തി അയക്കണമേ. പൈശാചിക ശക്തികളെ ബന്ധിക്കണമേ. പൈശാചിക ബന്ധനം മൂലം മാനസിക രോഗികളായവരെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.